പ്രണയിച്ച പെൺകുട്ടി ഉപേക്ഷിച്ച് പോയപ്പോൾ സൂയിസൈഡ് ചെയ്ത ഒരാൺകുട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ന്യൂസിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. ഇവിടെ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ ഒരു മെച്ചുവേർഡായി നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മളെ ഏറ്റവും മനോഹരമായിട്ടും പിന്നെ അതുപോലെ ഏറ്റവും റിസ്ക് എടുത്തിട്ടും ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടും നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ അസുഖങ്ങളിൽ നിന്നും അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ അപേക്ഷിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വളർത്തി വലുതാക്കി നമ്മളൊരു ടൈം വരെ എത്തിക്കുകയാണ് അവരെ. ആ ടൈം ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു കുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും പിന്നെ അവർ പെട്ടെന്ന് ഉപേക്ഷിക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് പൊതുവെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. എനിക്കിങ്ങനെയുള്ള ആളുകളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ മുഖം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. 2 സെക്കൻഡ് നിങ്ങളൊന്ന് ഓർത്താൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഈ ഒരു ടൈമിൽ. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഒരു വ്യക്തിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മരിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. പക്ഷേ ആ മരിച്ച വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിച്ച് ജീവിച്ചിരിക്കാനാണ് നമുക്ക് ഏറ്റവും പ്രയാസം. കാരണം നമ്മുടെ ആ ഒരു മരണശേഷം നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദർ അവർ എത്രത്തോളം നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് നീക്കണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഹാവ് എ നൈസ് ഡേ.